Chennai Lifestyle. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മോളുടെ കോളേജിൽ ഒരു വലിയ ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ ആ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചെറിയ വിശേഷം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. എന്തായാലും നമ്മളെ ലൈഫിൽ നമ്മൾ മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ലൈഫിൽ വന്നു പെടുമ്പോൾ, എനിക്ക് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഒരാളെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അവരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ പോലും ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആളുകളെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, അന്ന് നമ്മുടെ മനസ്സ് ഫുള്ള് എന്താ പറയുക, ഒന്നും ഉണ്ടാവില്ല, ശൂന്യമായിട്ടിരിക്കും. കാരണം സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നും അറിയത്തില്ല. ആ സമയത്ത് നമുക്ക് ഒരു വല്ലാത്തൊരു ഫീലാണ്. അതുപോലെ നമ്മളുടെ ലൈഫിലൂടെ അങ്ങനെ എൻ്റെ ലൈഫിൽ മിക്കതും അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങളും സന്തോഷകരമായ കുറേ മൂമെൻറ്റ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അവളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവൾ ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ സാരി വെച്ച് അത് ഒരു കോസ്റ്റ്യൂം ആക്കിയെടുത്തു. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ മേക്കപ്പ് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടമാണ്. അതിനുവേണ്ടി വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. അവിടെ സെലിബ്രിറ്റി ആയിട്ട് തമിഴ് ആക്ട്രസ് ദീപ ശങ്കറാണ് ഉള്ളത്. പിന്നെ കോളേജിൻ്റെ മറ്റുള്ള ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഞാനും മോളും അവിടെ ഓൾറെഡി നേരത്തെ എത്തിക്കഴിഞ്ഞിരുന്നു. പ്രോഗ്രാം കുറച്ചൊക്കെ അവരുടെ ഒരു സ്പീച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീപ മാം വന്നിട്ട് കുറച്ച് നേരം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവരുടെ സംസാരം. கொஞ்சம் அப்படி வந்து பேசலாமா? ஏன்னா பொதுவாக எல்லா கல்லூரிகளிலும் பசங்க தான் உற்சாகமாக இருப்பாங்க. ஒரு காலேஜ் கல்லூரிக்கெல்லாம் நான் போயிருக்கேன்னா எல்லாரும் என்ன சொல்லுவாங்க தெரியுமா? செல்ஃபோன் யாரும் எடுத்துகிட்டு வரக்கூடாது, இந்த மாதிரி தான் இருக்கணும், அந்த மாதிரி தான் இருக்கணும். இவன் மனசுக்குள்ள நான் பண்ணி சொன்ன நான் செஞ்சிடணும், திருட்டுத்தனமாக பயன்படுத்துவாங்க. മാമിൻ്റെ സംസാരം ശരിക്കും കേട്ടല്ലോ. വളരെ രസകരമായിട്ട് കുറേ നേരം കേട്ടിരിക്കാൻ പറ്റുന്ന സ്പീച്ചാണ് മാമിൻ്റെത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെ കാണാൻ സാധിച്ചത് തന്നെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ മോളുടെ ഡാൻസ് ഫസ്റ്റായിരുന്നു. അതിൻ്റെ മുന്നേ അവരോട് ഒന്ന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. അവർ അങ്ങനെ ഡാൻസ് ചെയ്തു. ഇവിടെ എനിക്ക് അവർ കളിച്ച പാട്ട് ഇടാൻ പറ്റില്ല, കാരണം എനിക്ക് യൂട്യൂബിൽ കോപ്പി റൈറ്റിംഗ് ആവും. അതുകൊണ്ട് ഞാൻ വേറെ മ്യൂസിക് ഇട്ടു.
വളരെ മനോഹരമായിട്ടൊരു ക്ലാസിക്കൽ ഡാൻസ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു ഡാൻസർ മാസ്റ്റർ വന്നു. ചെറിയ പയ്യനാണ്, പക്ഷെ വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാമിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നപ്പോൾ മാം നല്ല അടിപൊളിയായിട്ട് എനർജിയോടുകൂടെ, അതായത് ക്ലാസിക്കൽ ഡാൻസ് മാത്രമല്ല എനിക്ക് ഇതും അറിയാം എന്നുള്ള ഒരു വാശിയോടുകൂടെ മാം ചെയ്യുന്നതാണ് കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ദീപാശങ്കർ എന്നൊരു വ്യക്തിക്ക് അങ്ങനെ മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ സംസാരം തന്നെ അതായത് ഒരുപാട് എക്സ്പീരിയൻസോടുകൂടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വന്നവർക്ക് മാത്രമേ ഇതുപോലെ ഒരുപാട് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. എന്താ പറയുക, അവരുടെ ഒരു കഴിവ് കൊണ്ട് മാത്രം ഇപ്പോൾ ഈ ഫീൽഡിൽ, സിനിമ ഫീൽഡ്, തമിഴ് ഫീൽഡിൽ ഒരുപാട് പേരറിയപ്പെടുന്ന ഒരു ആക്ട്രസ്സായിട്ട് വന്നു ചേർന്നിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇതൊന്നും അവർക്കില്ല. അവർ ഇപ്പോഴും ഒരു സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ള രീതി തന്നെയാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് മാമിൻ്റെ ഡാൻസ്. കഴിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ ഡാൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ പാട്ട് ഇടാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം യൂട്യൂബിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ലതായിരുന്നു. ചില പാട്ടുകളെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോപ്പി റൈറ്റിംഗ് ആയിട്ട് വരും, നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് മോളുടെ പാട്ട് ഇതിൽ ഫുള്ള് ഇടാൻ പറ്റില്ല. എന്തായാലും അവളുടെ ആ ഒരു എനർജിയും ഒക്കെ കാണുമ്പോൾ തന്നെ പാട്ടിടാൻ പറ്റാത്തൊരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്കെന്നും ഇതൊരു ഓർമ്മയായിട്ട് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്തത്. എന്തായാലും ഷോർട്സിലിടാൻ ഞാൻ ശ്രമിക്കാം. കോപ്പി റൈറ്റിംഗ് ആവുമോ ഇല്ലയോ എന്നറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഇടുന്നതായിരിക്കും. വളരെ മനോഹരമായിട്ട് അവളുടെ കോസ്റ്റ്യൂം ഞങ്ങൾ ആക്കി തീർത്തിട്ടുണ്ട്. ഈ ഒരു സാരി വെച്ച് ഇതുപോലെ ഒരു കോസ്റ്റ്യൂം ആക്കി തീർത്തത് തന്നെ വളരെ മനോഹരമായിരുന്നു. അവളുടെ ഡാൻസ് എന്ന് തുടക്കം എന്ന് പറയുന്നത് pre-KG ആണ്. pre-KGയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നും ഞാൻ ഓർക്കുകയാണ്, ഇഷ്ടമല്ലായിരുന്നു. കരഞ്ഞു വിളിച്ചിട്ടാണ്, ചെറിയ കുട്ടിയല്ലേ, കരഞ്ഞു വിളിച്ചിട്ടാണ് അവിടെയൊക്കെ കൊണ്ടുപോകണത്. അവിടെ ഇരുന്ന് മറ്റുള്ള കുട്ടികളുടെ ഡാൻസൊക്കെ കണ്ട് അവൾ നന്നായിട്ട് എന്താ പറയുക, പെട്ടെന്നൊരു ദിവസം അവൾ പെട്ടെന്ന് സ്റ്റെപ്പ് കളിക്കുകയായിരുന്നു. മാമും അതിൽ നിന്ന് നല്ലോണം പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. പിന്നീട് അവൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള കുട്ടികളെക്കാളും മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ഇന്നിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന് നിൽക്കുകയാണ്. അന്ന് അവളിൽ ഉള്ള അവൾ TV ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ, ക്ലാസിക്കൽ ഡാൻസ് കാണുമ്പോൾ അതിലുള്ള മുദ്രകളൊക്കെ കൈവച്ച് കാണിക്കുന്നതൊക്കെ സ്വന്തമായിട്ട് ആ TV കണ്ട് കണ്ടപ്പോഴാണ് ഇവളിൽ എന്തൊക്കെയോ ഒരു ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ കൊണ്ടുപോയി ചേർക്കുകയായിരുന്നു. എനിക്ക് പാരൻസിനോടും അതേ തന്നെയാണ് പറയാനുള്ളത്. ഇതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊന്നും നേടാനുണ്ടാവില്ല, പക്ഷേ കുട്ടികളുടെ കഴിവ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾ വെച്ചിട്ട് നമ്മൾ അവരെ കൂടെ നിൽക്കുക. എനിക്കതിന് സാധിച്ചിട്ടുണ്ട്. അവൾക്ക് ഇന്ന് അവൾ ആ സ്റ്റേജിൽ നിന്ന് കളിച്ച് നല്ല ഒരു വൈബോട് കൂടെ നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ, കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാലേ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തത്തുള്ളൂ. പക്ഷേ എന്നെക്കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട്. എനിക്കതുകൊണ്ട് സന്തോഷമാണ്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഫീൽഡായിരുന്നു ഇത്. ഡാൻസ് ചെയ്യണം, ഭയങ്കര ആഗ്രഹമായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്നെക്കൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് അതിനുള്ള കോൺഫിഡൻറ്റ് ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ ഹൈദരാബാദിൽ മോളുടെ കൂടെ പഠിക്കുകയും അവളെ കൂടെ സെയിം, ആർക്കെങ്കിലും ആ ഭാഗ്യം ഉണ്ടായിട്ടോന്നും അറിയില്ല, ഡാൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു ഭാഗ്യം. ചെലങ്ക പൂജ ഒന്നിച്ചാണ് കഴിഞ്ഞത്. പക്ഷെ ഹൈദരാബാദിൽ നിന്ന് വിട്ട് ചെന്നൈയിൽ വന്നപ്പോൾ അവൾ കണ്ടിന്യൂ ചെയ്തു, ഞാൻ പിന്നീട് കണ്ടിന്യൂ ചെയ്തില്ല. കാരണം പിന്നീട് എനിക്കതിന് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ ആവണം, ഇങ്ങനെയൊക്കെ പഠിക്കണം എന്നൊക്കെ. ഇപ്പം ഭയങ്കര ആഗ്രഹമാണ് ഇത് പഠിക്കണം, രണ്ടാമത് പഠിക്കണം എന്നൊക്കെ. ചില സമയങ്ങളിൽ നമ്മളുടെ കോൺഫിഡൻസ്, നമ്മളെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ആണോ അല്ലെങ്കിൽ ലൈഫ് പോകുന്ന ആ ഒരു ഒഴുക്കിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കര ആഗ്രഹവും ചില സമയങ്ങളിൽ അത് ചെയ്യാൻ അത്ര ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെന്നൈയിൽ വന്നപ്പോൾ എനിക്കത്ര ഇതില്ലായിരുന്നു. പക്ഷേ ഈ മോളെ ഞാൻ
കൂടെ എല്ലാത്തിനും പ്രോഗ്രാമിനും എന്തും ആയിക്കോട്ടെ കൂടെ ഞാൻ നിർത്തിയിട്ടുണ്ട്. എനിക്ക് അതിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഡാൻസ് എന്ന ഫീൽഡിലേക്ക് വന്നപ്പോൾ മേക്കപ്പ് എന്നതിനെ കുറിച്ച് ABCD അറിയാത്ത എനിക്ക് മേക്കപ്പ് ചെയ്ത് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ അവളുടെ ക്ലാസിക്കൽ ഡ്രസ്സ്, അതായത് തയ്യലിനെ കുറിച്ച് ഒരു ABCD അറിയാത്ത ഞാൻ പല അതായത് 47 സ്റ്റേജ് തമിഴ്നാട്ടിൽ അരങ്ങേറ്റമാവുന്നതിൻ്റെ മുന്നേ മോള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഡ്രസ്സുകൾ വേണ്ടി വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നല്ല കോസ്റ്റാണ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്തു തയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തയ്ച്ചിട്ടിട്ട് പോലും ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നൊരു സ്ഥാനത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിൻ്റെ കാര്യങ്ങളിൽ. അപ്പോൾ എല്ലാം വശവും നോക്കുമ്പോൾ ഒരു വലിയൊരു യാത്ര തന്നെയായിരുന്നു മോളെയും കൊണ്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾ ഡാൻസ് കളിക്കുമ്പോൾ എൻ്റെ മനസ്സാണ് ഏറ്റവും കൂടുതൽ നിറയണത്. കാരണം ഞാൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ അവൾ എത്തിച്ചേർന്നിട്ട്. എന്തായാലും മോളുടെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതോടുകൂടെ ദീപ മാം ഓടി വന്ന് കുറച്ച് നേരം സംസാരിച്ചു. അത് എനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ എന്താ പറയുക ഭയങ്കരമായൊരു അടിപൊളി മൂമെൻ്റാണ്. பரதத்தில் ஸ்டெமினா ரொம்ப முக்கியம். இவ்வளோ நேரம் இந்த பாட்டு ஆடுறீங்களா, நீங்கள் டிஸ்கோ டான்ஸ், சினிமா டான்ஸ் ஆடுறீங்களா, இதை நீங்கள் 10 பாட்டு ஆடுறதுக்கு இவங்க ஒரு பாட்டு செலவு பண்ணணும். இந்த ஸ்டெமினா அது இவ்வளோ நேரம். அது மாதிரி பாவம் ரொம்ப அழகாக பண்ணுறடா கண்ணா. எல்லாருடைய வெற்றிக்கும் பின்னாடி அம்மா தான் இருப்பாங்க. என் வெற்றிக்கு பின்னாடி எங்கள் அம்மா தான். அதான் அம்மானோடனே டக்குன்னு மேலே ஏறிட்டேன். உண்மையிலே சொல்கிறேம்மா, எந்த ஒரு நல்லா தெரிஞ்சுக்கங்க, நம்ம குழந்தைகிட்ட என்ன திறமை இருக்கோ, அடுத்த வீட்டுக்காரன் என்ன சொல்லுவான், அந்த வீட்டுக்காரன் என்ன சொல்லுவான், அதெல்லாம் தூக்கி போட்டுட்டு எப்போ தாயும் தகப்பனும் அந்த குழந்தைங்களுக்காக ஓடுறாங்களோ அந்த குழந்தை இந்த மாதிரி ஜெயிக்கும். ரொம்ப அருமையாக ஆடினாங்க பாப்பா. அது உண்மையை சொல்கிறேம்மா. ஏன்னா அடவு கற்றுக் கொடுக்குறது ரொம்ப ஈஸி. இது ஒரு ஃபார்முலா தான். 1 2 இப்படி கை வை அப்படின்னா சொல்லி கொடுத்துடலாம். முக பாவனைங்கிறது உள்ளிருந்து அதுவாக வெளியில் வரணும். அது வரக்கூடியவர்களுக்கு மட்டும்தான் வரும். ரொம்ப சந்தோஷமாக இருக்குமா. நல்லா பண்ணு, நல்லா வரும்மா, நல்லா வருமா அம்மா. ரொம்ப சந்தோஷமா. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.